നമസ്കാരം. ഒരിടവേളയ്ക്ക് ശേഷം ഷാജം മർദ വീണ്ടും തല പൊക്കിയിട്ടുണ്ട്. ഇത്തവണ അബ്ദുൾ റഹീമിനെ ബോച്ചെ സഹായിച്ചതാണ് മർദയെ വല്ലാതെ വിറളി പിടിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വിറളി ഉണ്ടാകുമല്ലോ. സംഘികൾക്ക് എന്തൊക്കെ അനിഷ്ടമായിട്ട് തോന്നുന്നു ആ വിഷയത്തിൽ ഇദ്ദേഹത്തിന് വല്ലാത്ത ചൊറിച്ചിലങ്ങ് കയറും. ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ സംഘികളെ വിറ്റ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ അബ്ദുൾ റഹീം എന്നൊരു വ്യക്തിയെ ഈ കേരളം ഒന്നടങ്കം ആ 34 കോടിയിൽ ഞാനില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന സംഘികളെ, ആ സംഘികൾക്ക് വല്ലാത്ത തോതിൽ ഡാമേജ് ഉണ്ടാകുന്നു. ഇപ്പുറത്തെ സൈഡിൽ ബോച്ചെ അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിന് വല്ലാത്ത രീതിയിൽ ഒരു മൈലേജ് ഉണ്ടാകുന്നുണ്ട്. കാര്യം ഈ ബോബി ചെമ്മണ്ണൂർ ഒരു ക്രിസ്ത്യാനിയാണ്, ഈ ഷാജം മർദയും ക്രിസ്ത്യാനിയാണ്. പക്ഷെ ഇത് ക്രിസംഖിയാണ്. സംഘികൾ എന്ത് കൊടുക്കുന്നു അല്ലെങ്കിൽ സംഘികളിൽ നിന്ന് എന്ത് പൊട്ടി ഒലിച്ചാലും, അത് എവിടെ നിന്ന് പൊട്ടി ഒലിച്ച് വന്നാലും ഉടനടി അത് ഇദ്ദേഹത്തിന് പുണ്യവെള്ളം പോലെയാണ്. ഇരു കൈ നീട്ടി ആ പുണ്യവെള്ളത്തെ, ആ പൊട്ടി ഒലിച്ചു വരുന്ന പുണ്യവെള്ളത്തെ, അത് എന്താണ് പൊട്ടി വലിച്ചു വരുന്നു എന്നുള്ളത് ഓരോരുത്തരുടെയും ചിന്താഗതിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ആ പൊട്ടി ഒലിച്ചു വരുന്ന എന്ത് സാധനത്തെയും ഇങ്ങനെ ഇരു കൈ നീട്ടി അദ്ദേഹം അങ്ങ് സ്വീകരിച്ച് അങ്ങ് നക്കി തുടയ്ക്കുകയാണ് അദ്ദേഹത്തിന്റെ പണി. ഏതുപോലെ? ദേ ഇതുപോലെ. സംഘികൾ കാര്യം കാണാൻ വേണ്ടി എന്തും വഴിച്ച് നക്കി തുടയ്ക്കും. അതിന്റെ മറ്റൊരു ഇനമാണ് മർദ. മർദ ഇപ്പോൾ ഈ നടത്തിയിരിക്കുന്നത് അബ്ദുറഹീമിനെ ബോബി ചെമ്മണ്ണൂർ ഉൾപ്പെടെയുള്ളവർ രംഗത്തിറങ്ങി സഹായിച്ചതിനെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തെ പ്രാഞ്ചിയേട്ടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുകയാണ്. ആ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ വീണ്ടും കേരളത്തിലെ മതേതര ചിന്തക്കാർക്ക് ജോലിഭാരം കൂടി. നേരെ ഷാജന്റെ പേജിലോട്ട് ചെന്ന് പൊങ്കാല ഇട്ടങ്ങ് അടിച്ചൊതുക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. പൊങ്കാല എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആ കറിയാച്ച അങ്ങേരെ കാര്യം വലിയ കഷ്ടം തന്നെ. ഇങ്ങനെ ഒരു മുതലിനെ ഏതോ നേരത്ത് ഉണ്ടായി പോയില്ലേ. അതുകൊണ്ട് നാട്ടുകാരെ വായിരിക്കുന്ന മുഴുവൻ അങ്ങേർക്ക് കേൾക്കേണ്ട ഒരു ഗതികേടാണ്. ഇങ്ങനെ തന്തയ്ക്ക് വിളി കിട്ടിയ കേരളത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇനി കണ്ടെത്താനും പറ്റില്ല, ഇനി ജനിക്കാനും ഇല്ല എന്ന് ബോധ്യപ്പെടുകയാണ്. കാര്യം അത്രമാത്രം ഒരു പുത്രൻ, അതായത് ആന്റണിക്ക് ഒരു പുത്രൻ ഉണ്ടായിട്ടുണ്ട്. ആ പുത്രൻ കാരണം എത്രമാത്രം തന്തയ്ക്ക് വിളി ആന്റണിക്ക് കിട്ടുന്നു അതിന്റെ 4 ഇരട്ടിയാണ് ഇപ്പോ ഈ കറിയാച്ച മാച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. വല്ല കാര്യം ഉണ്ടായിരുന്ന കറിയാച്ച, നിങ്ങൾക്ക് ആ സമയത്ത് ഈ കേരളത്തെ രക്ഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു മലവാണത്തെ നമ്മുടെ നാട്ടിലേക്ക് നിങ്ങൾ സൃഷ്ടിച്ചിറക്കി വിട്ടത് എന്തിനെന്ന് ചോദിച്ചു പോകേണ്ട ഗതികേടാണ്. അല്ലെങ്കിൽ അബ്ദുറഹീമിനെ പോലെ ഈ നാട് ഒറ്റക്കെട്ടായി നിന്ന് സഹായിക്കുന്ന സന്ദർഭത്തിൽ ഈ രീതിയിലുള്ള ഊളത്തരമൊക്കെ ഒരാളെ അപഹസിച്ചുകൊണ്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഇയാൾ ആരാണ്? എന്താണ് പ്രിവിലേജ്? സംഘികൾക്ക് ഈ തിരുമൽ, തടവൽ, കുളിരുകൊള്ളിക്കൽ, ക്രിസംഘികളുടെ ഭാഗമായിട്ട് നിന്ന് ഈ നാടിനെ ഒറ്റുകൊടുക്കാൻ നിൽക്കുന്ന കൊടും ചാരൻ, രാജ്യദ്രോഹ കേസ് ഉൾപ്പെടെ നേരിടുന്ന വ്യക്തി, അങ്ങനെ കള്ളപ്പണ കേസ്, രാജ്യദ്രോഹ കേസ്, അങ്ങനെ സ്വപ്ന കാറ്റഗറിയിൽ പെടുന്ന ഒരു മർദ. ഈ മർദ ഈ നാട്ടിൽ ബാക്കിയുള്ളവരെ മാനവും മര്യാദയ്ക്കൊക്കെ ജീവിക്കുക, മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടി ഒരു നാടിന് വേണ്ടി പ്രവർത്തിക്കുക, മതവും ജാതിയും നോക്കാതെ മനുഷ്യത്വത്തിന് വേണ്ടി ഇടപെടുക, അങ്ങനെയുള്ള വ്യക്തികളെ ആക്ഷേപിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാണ്. എന്തായാലും നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് എക്സ്ട്രാ പണിയെടുക്കേണ്ടി വരുന്നുണ്ടെങ്കിലും അവർ അതിനൊരു വിഷയമായി കാണാറില്ല. കറിയാച്ചനെയും കുടുംബത്തെ എല്ലാം മൊത്തത്തിൽ കയറി ഒന്ന് മേഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യം കൂടി ഈ സന്ദർഭത്തിലെ ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയാണ്. അതായത് വീണ്ടും തല പൊക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ മാലിന്യത്തെ കൊണ്ട് ഒരു ശല്യം ഇല്ലാതിരുന്നതാണ്. മാലിന്യം എല്ലാം കഴിഞ്ഞു എന്നുള്ളതല്ലെങ്കിൽ കഴിയുന്നുമില്ല. കോടതി വരാന്തയുടെ ഭാവി വാഗ്ദാനമാണ്. അവിടെ ഒടുങ്ങണമെന്ന് മാത്രം നോക്കിയാൽ മതി. അവിടെ തന്നെയാണ് ഇതിന്റെ അവസാനം എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട്. 100-300 കേസ് ഇതിനകത്ത് എന്റെ തോളിൽ ഇരിപ്പുണ്ട്. എല്ലാ കേസും കഴിയുമ്പോൾ തെങ്ങ് കായ്ക്കാനുള്ള സമയമാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഈ വീണ്ടും തലപൊക്കുമ്പോഴേ കേരളത്തെ സ്നേഹിക്കുന്ന മലയാളികൾ എല്ലാം കൂടി ഒന്നുകൂടി ശ്രമിച്ചാൽ ഇത്തരം ഊളത്തരങ്ങൾ കാണിക്കുന്നതിന് ഒരു വിഷുക്കൈ നീട്ടം ഒരുക്കാൻ പറ്റുമായിരുന്നു. കാര്യം അങ്ങനെ ഒരുക്കി കഴിഞ്ഞാൽ വീണ്ടും മറ്റേ ഈ പൊന്തക്കാട്ടിൽ പോയിരുന്ന് അയ്യോ എന്നെ കൊല്ലണേ, എന്നെ നശിപ്പിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മോങ്ങൽ കാണാനുള്ള അവസരം ഉണ്ടാകും. കാര്യം ഒരിക്കൽ കൂടി ഈ ഇടയ്ക്കിടയ്ക്ക് ഈ പിരിമുറുകി വരുമ്പോൾ അതിനെ അയച്ചു വിടേണ്ട ഉത്തരവാദിത്തം കേരളത്തിലുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉഷാറായി നിന്ന് കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി ഒരു വിഷുക്കൈ നീട്ടം ഒരുക്കി അങ്ങ് വെച്ചു കൊടുത്താൽ കുറച്ചു കാലത്തേക്ക് കൂടി ഇതിന്റെ പുക കാണുന്നത് വരെ നമുക്കൊരു സമാധാനം കിട്ടുന്ന അവസ്ഥയുണ്ടാകും. അല്ലെങ്കിൽ ഒരു കുടുംബത്തെ സഹായിച്ച വിഷയത്തെ ഈ രീതിയിൽ അപകീർത്തിപ്പെടുത്താൻ, കാര്യം പൈസ ഉണ്ടാക്കാൻ ഏത് വളഞ്ഞ വഴി, സംഘിക്ക് വല്ലാത്ത രീതിയിൽ വിഷമം ഉണ്ടാകുമ്പോൾ അവരെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി ഇമാതിരിയുള്ള ഊളത്തരം വിളിച്ചു വിളമ്പാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയുള്ളൂ. എന്തായാലും ഒഴുക്കിനനുസരിച്ച് നീന്തി നല്ല പരിചയമാണ്.
ഏത് സാഹചര്യത്തിൽ എങ്ങനെ നിന്നാൽ, ആരെ താങ്ങി നിന്നാൽ എനിക്ക് ഗുണമുണ്ടാകുമെന്നതിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ റിസർച്ച് നടത്തി പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ സംഘികളോടൊപ്പം നിന്നാൽ ഇപ്പോൾ എനിക്കൊരു താങ്ങൽ കിട്ടും, ആ വീഡിയോയ്ക്ക് റീച്ച് കൂടി എനിക്ക് കുറച്ച് പൈസ കിട്ടും എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഒരു രീതി. അദ്ദേഹത്തിന്റെ ആ വീഡിയോ, വിശദീകരണ വീഡിയോയിൽ ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്, തന്തയ്ക്ക് വിളിക്കാൻ വരുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ അപ്പനാണെന്ന് കരുതണ്ട, എനിക്ക് 3 മക്കളെ ഉള്ളൂ. അതിനി മോദി ഗ്യാരണ്ടി ആണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതൊക്കെ അദ്ദേഹം തന്നെ DNA ടെസ്റ്റ് എടുത്ത് സ്ഥിരീകരിക്കേണ്ട കാര്യമേ ഉള്ളൂ. അത് ഈ സംഘികളുടെ ഗ്യാരണ്ടിയോ മറ്റ് ഗ്യാരണ്ടിയോ അല്ലെങ്കിൽ എനിക്ക് 3 മക്കളെ ഉള്ളൂ എന്നൊക്കെ അദ്ദേഹം ആധികാരികമായി പറയുന്നുണ്ടെങ്കിൽ അതും വിശദീകരിക്കേണ്ടത് നിങ്ങളല്ല, അതും നിങ്ങളുടെ ആരാണോ ആ കുട്ടികളുടെ മാതാവായിട്ടുള്ളവർ അവർ സ്ഥിരീകരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഊളത്തരം കാണിക്കുന്ന സംഘികളെ നേരിടേണ്ടതുണ്ട്. അത് നേരത്തെ ചെയ്ത കണക്ക് തന്നെ ഒരു തവണ കൂടി പൊങ്കാലയിട്ട് അടിച്ചൊതുക്കി കഴിഞ്ഞാൽ കുറച്ചു കാലം കൂടി കേരളത്തിൽ സമാധാന അന്തരീക്ഷം കൈവരുമെന്ന് പറയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് സംഘികൾക്ക് വേണ്ടി വിടുപണിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പ്രവർത്തനവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അല്ലാതെ ഒരു പാവപ്പെട്ട മനുഷ്യനെ സഹായിക്കാൻ കേരളം ഒന്നടങ്കം ജാതിമത ചിന്തകൾക്ക് അതീതമായി ഇറങ്ങി പുറപ്പെട്ടതിനെ ആക്ഷേപിക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തിയെ വല്ലാതെ അപഹസിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിന് സ്വപ്പ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് തന്നെ.